വിശ്വാസ വെളിച്ചത്തിലേക്ക് എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തെ ആധികാരികമായും വസ്തുനിഷ്ഠമായും എന്നാൽ ലളിതമായും പ്രേക്ഷകർക്കായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ പ്രഗത്ഭനായ ദൈവശാസ്ത്രജ്ഞനും അധ്യാപകനും കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഏറെ സ്വീകാര്യനുമായ റവറൻഡ് ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളമച്ചനാണ്. അച്ഛനെ ഏറെ ആദരവോടെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അച്ഛൻ നമ്മൾ കുമ്പസാരം എന്ന കുദാശയിലാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പുതിയ ചില ദർശനങ്ങൾ, പുതിയ ചില ഡൈമെൻഷൻസ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മാരകപാപം ഏതാണ്, ലഘുപാപം ഏതാണെന്നാണ് പറഞ്ഞു വന്നത്. അപ്പോൾ അച്ഛൻ കൊടുത്തൊരു വിശദീകരണം, സഭ നൽകുന്ന വിശദീകരണം, ഈ ദൈവോരപ്രസാദത്തെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യുന്നത് മാരകപാപമെന്നും അതിന് ചെറിയ ചെറിയ വിള്ളലുകളും ചെറിയ പോറലും ഏൽപ്പിക്കുന്നതിന് ലഘുപാപമെന്നും പറയുന്നു. എങ്കിലും അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സാഹചര്യങ്ങളും അവൻ്റെ ആ ചിന്തകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ മാരകപാപങ്ങൾ, എല്ലാ മാരകപാപങ്ങളും ഒരു വൈദികന് മോചിക്കാൻ കഴിയുമോ? ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില പാപങ്ങൾ വൈദികന് മോചിക്കാൻ കഴിയുകയില്ല എന്ന്. എന്താണ് സഭ അതിനെക്കുറിച്ച് പറയുന്നത്? പൊതുവെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വൈദികനെ മോചിക്കാൻ കഴിയാത്ത പാപങ്ങൾ വളരെ വിരളമാണ്. പൊതുവെ മെത്രാനോ അല്ലെങ്കിൽ മാർപ്പാപ്പയ്ക്കോ വേണ്ടി റിസർവ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ ചില പാപങ്ങൾ അങ്ങനെ പ്രധാനമായിട്ട് സഭ പറയുന്ന രണ്ട് തലത്തിലുള്ളതാണ്. ഒന്ന്, സഭയുടെ പരമോന്നത ശ്രേഷ്ഠ പദവിയിലിരിക്കുന്ന, ഉദാഹരണമായിട്ട് മാർപ്പാപ്പയെ തന്നെ കയ്യേറ്റം ചെയ്യുക, ഫിസിക്കൽ അഗ്രഷൻ, അത് മോചിക്കാൻ അത്തരം പാപങ്ങൾ സാധാരണ ഒരു വൈദികനെ, കാരണം വൈദികനെ ഈ അനുരഞ്ജന ശുശ്രൂഷയുടെ തിരുപ്പട്ടം കൈമാറിയിട്ടുള്ള ഈ അപ്പസ്തോലൻ്റെ പ്രതിനിധിയിൽ തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നതും ഉപദ്രവിക്കുന്നതും. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ ഒരു സഭയുടെ കാര്യമാണ്. അതുപോലെ തന്നെ അത് കൂടുതലും അച്ഛന്മാരെ സംബന്ധിച്ച് വരാവുന്നതാണ്. കുമ്പസാര രഹസ്യം ആരെങ്കിലും വെളിപ്പെടുത്തിയാൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകാറില്ല, പക്ഷേ കുമ്പസാര രഹസ്യം ഒരച്ഛൻ വെളിപ്പെടുത്തിയാൽ ആ അച്ഛൻ അതോടുകൂടി തന്നെ പൗരോഹിത്യത്തിൽ നിന്ന് ഔട്ടാക്കും എന്നുള്ള വേറെ കാര്യം. പക്ഷേ ആ പാപം ക്ഷമിക്കാൻ ശിക്ഷ ലഭിച്ചാൽ മാത്രം പോരല്ലോ, അതിൻ്റെ ആ ഗൗരവം അത് മാർപ്പാപ്പയ്ക്ക് മാത്രമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മോചിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ പൊതുവേ അങ്ങനെ ഏറ്റവും ഗൗരവമേറിയ കാര്യങ്ങൾ സാധാരണ വൈദികൻ, പക്ഷെ അത് വളരെ റെയറാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ അങ്ങനെ വരാം. അപ്പോൾ പൊതുവേ നമ്മൾ ജീവിതത്തിൽ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാരകപാപങ്ങളെല്ലാം ഒരു വൈദികൻ മോചിക്കും. പക്ഷേ മോചിച്ചു എന്നുള്ളതിൻ്റെ അർത്ഥം ആ മോചിച്ചത് കൊണ്ട് അതിൻ്റെ പാപത്തിൻ്റെ ഫലത്തിൽ നിന്ന് ആ ആത്മാവ് മോചിതമായി എന്ന് വരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ ഇദ്ദേഹം ചെയ്തൊരു തെറ്റിൻ്റെ ഫലമായിട്ട് വലിയൊരു നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം അല്ലെങ്കിൽ നമ്മുടെ അപൂർവം ചില കേസുകളിലെങ്കിലൊക്കെ നമ്മൾ പിന്നീട് തെളിഞ്ഞിട്ടുള്ള അച്ഛന്മാരെതിരെ, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള പല കേസുകൾ നമുക്കറിയാം. പക്ഷെ അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അവർ സോഷ്യൽ സമ്മർദ്ദം കൊണ്ടൊക്കെ പറഞ്ഞ്, പക്ഷെ അതിൻ്റെ എല്ലാ ഭവിഷ്യത്തുകളും അച്ഛൻ അനുഭവിച്ച് ജയിലിൽ കിടന്ന് മരിച്ച് നാണക്കേടുകൾ തോണ്ടി ഏറ്റവും അവസാന സമയങ്ങളിൽ അവൾ പിന്നീട് വന്ന് പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഞാൻ അതിനെക്കുറിച്ചുകൂടെ വിശദീകരിക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ആ പാപങ്ങൾ നമ്മൾ മോചിക്കുന്നു. പക്ഷെ അതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരം കൂടി ചെയ്യുമ്പോഴാണ് ആ പാപങ്ങൾ പൂർണ്ണമായിട്ട് അതിൽ നിന്ന് ദൈവത്തിൻ്റെ മുന്നിൽ അതിൻ്റെ ഫലങ്ങൾ പോലും ശുദ്ധീകരണ സത്തിൽ അനുഭവിക്കേണ്ട അതുപോലും ഒഴിഞ്ഞു മാറുന്നത്. ഇപ്പോൾ നമ്മുടെ റാണി മരിയ സിസ്റ്ററിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഓർക്കുന്നു. റാണി മരിയയെ കുറേ പ്രാവശ്യം കുത്തി കൊലപ്പെടുത്തിയ ആ മനുഷ്യൻ അവരോട് ക്ഷമിച്ചു, വീട്ടുകാർ, അമ്മയടക്കം. അദ്ദേഹം ഇവിടെ വന്നിരുന്നല്ലോ. എന്നിട്ട് അദ്ദേഹം തന്നെ അത് ഒരു ഭയത്തിൽ നിന്നല്ല, സ്നേഹത്തിൽ നിന്ന് ഈ ദൈവത്തിൻ്റെ കാരുണ്യം ആ സിസ്റ്റർ വഴി അനുഭവിച്ചതിൽ നിന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ട് ഇന്നിപ്പോൾ നല്ലൊരു മിഷണറി പോലെ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹം ജീവിക്കുകയാണ്. മരിച്ചുപോയ സ്വാമിയച്ഛനാണ് അദ്ദേഹത്തെ നയിച്ചത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, മധ്യപ്രദേശിലുള്ള. അപ്പോൾ ഈ രീതിയിൽ കൂടി അതിനെ കാണണം. ലഘുപാപം, മാരകപാപം ഇതൊക്കെ ഇവിടെ റിസർവ് ചെയ്യുന്നതാണ്, ഒരു ചെറിയ സാധനമാണ്, അതുകൊണ്ട് വലിയ വിഷയമില്ല.
വളരെ വലിയ പാപങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനത്തെയൊക്കെയാണ് എന്നുള്ള ആ വേർതിരിവിനെ സംബന്ധിച്ചിടത്തോളം വിവേചനത്തിൻ്റെ ഒരു വരം നമുക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷേ പൊതുവേ പാപങ്ങൾ ഒരുവിധം ഇന്ന് പൊതുവേ നമ്മൾ കാണുന്ന പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നതാണ്. ഇനി ചില അവസരങ്ങളിൽ വൈദികൻ തന്നെ ആ പാപിയോട് പറയും. അതായത് ഇപ്പോൾ സിവിൽ കേസൊക്കെ വരാവുന്ന കേസുകൾ, കൊലപാതകം ചെയ്ത് അങ്ങനെ വളരെ ഉള്ള കേസാണ്, ചിലപ്പോൾ ഇദ്ദേഹത്തിന് പരസ്യമാക്കാതെ പറ്റൂല. പക്ഷേ അച്ഛൻ ആ വ്യക്തിയോട് പറയും, നീ ചെയ്തത് വലിയ തെറ്റാണ്, നിന്നെ തന്നെ വെളിപ്പെടുത്താൻ നിനക്ക് ഉത്തരവാദിത്വമുണ്ട് സിവിൽ അതോറിറ്റീസിൻ്റെ അടുത്ത്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകിച്ച് ആ മേഖലയിൽ വളരെയധികം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇന്നുണ്ടാവുന്നുണ്ട്. പക്ഷേ അച്ഛന്മാർക്ക് ഒരു തരത്തിലും അത് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അച്ഛനെ ആ വ്യക്തിയോട് അച്ഛൻ പാപം മോചിക്കാൻ അച്ഛനെ സാധിക്കും. പക്ഷെ ആ മോചിച്ചതുകൊണ്ട് മാത്രം അതിൻ്റെ അർത്ഥം അത് പൂർണ്ണമായി ഇല്ലാതായി എന്നല്ല. അതിൽ ആ അച്ഛൻ മോചിക്കുന്നതിനോടൊപ്പം ചിലപ്പോൾ പറയും ഇന്ന ആളോട് പറയാൻ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് പുതിയ പുതിയ മാനങ്ങളൊക്കെ കൂടിക്കൂടി വരികയാണ്. കാരണം ഇപ്പോൾ കുട്ടികളെ ദുരുപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പോക്സോ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നത്, അത് വളരെ ക്രിമിനലായിട്ടുള്ള തെറ്റുകളാണ്. ഇപ്പോൾ അതിൽ പണ്ട് അങ്ങനെ ഒരു സെൻസ് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ, ഇന്ത്യൻ സമൂഹത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. യൂറോപ്പിലൊക്കെ ഇത് ഉണ്ടായിരുന്നു പണ്ടേ മുതൽ. അതുകൊണ്ടാണ് അവിടെ ഇന്ന് കൂടുതൽ കേസുകൾ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നിശിതമായ കണിശമായി നമ്മൾ കാർക്കശ്യത്തോടു കൂടെ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ വീടുകളിൽ തന്നെയുള്ള ഒരുപാട് പേര് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉൾപ്പെടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ വളരെ ഗൗരവമായ തെറ്റുകളുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കുമ്പസാരക്കാരൻ ആ വ്യക്തിയോട് പറയും, ഇത് നീ വേണ്ടപ്പെട്ടവരുടെ അടുത്ത് വെളിപ്പെടുത്തേണ്ടതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പ്രീസ്റ്റ്ഹുഡിനൊക്കെ ഒരുങ്ങുന്ന ഒരാളിൽ നേരത്തെ നമ്മളത്ര എന്നൊന്നും ശ്രദ്ധിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ അറിയാണ്ടൊക്കെ പോയി ചില നേരത്ത് നമുക്കിത് പറയാൻ പറ്റാണ്ടൊക്കെ, ഇപ്പോൾ ഹോമോസെക്ഷൽ ക്യാരക്ടറുള്ള ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടെന്നറിഞ്ഞാൽ ആ അച്ഛനെ ആ കുമ്പസാരിക്കുന്ന ആ വൈദിക വിദ്യാർത്ഥിയോട് പറയാം, നീ ഈ കാര്യം എക്സ്റ്റേണൽ ഫോറം എന്ന് പറയും. ഇതിപ്പോൾ നമ്മുടെ എല്ലാ കാണികൾക്കും അത് ഉള്ളതല്ല, പക്ഷേ ഈ ചോദ്യം വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. എക്സ്റ്റേണൽ ഫോറത്തിലേക്ക് പോയി പറയണം. അല്ലെങ്കിൽ നീ തുടരാൻ പാടില്ല, നീ സൈക്കോളജിസ്റ്റിനെ കാണണം, നീ ഹീൽ ചെയ്യപ്പെടണം. അതിനായി ആ കുട്ടിയെ നമ്മൾ വിധിക്കുന്നില്ല. കാരണം ആ കുട്ടി ഇങ്ങനെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അവനെ വേറെ ആരെങ്കിലും ദുരുപയോഗിച്ചതായിരിക്കും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു ജീവിത അന്തസ്സിന് ക്രിസ്തീയ വിളിക്ക് അല്ലെങ്കിൽ ദൈവ വിളിക്ക് യോജിച്ചതല്ലാത്ത കാര്യങ്ങൾ ചിലയിടത്തിൽ ഞാൻ പറഞ്ഞ കുമ്പസാരത്തിൽ പറഞ്ഞതുകൊണ്ട് അത് തീർന്നു പോയി എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ മോചിക്കപ്പെടാവുന്ന പാപങ്ങളാണ്. പക്ഷേ അതിന് പറയുന്ന പ്രതിവിധിയിൽ പരിഹാരത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിപ്പോൾ സാധാരണഗതിയിൽ ഈ കുമ്പസാരത്തിൽ കാർമ്മികൻ വൈദികനാണ്, പുരോഹിതനാണ്. പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിൽ ആർക്കു വേണമെങ്കിലും ഈ കാർമ്മികനാകാം എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ന് അതും വളരെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ പറയുന്നതാണ്, ഇപ്പോൾ മരണത്തിൻ്റെ ഒരു ആകസ്മികതയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതായത് ഒരാത്മാവ് ദൈവത്തിങ്കിലേക്ക് വേർപെട്ട് പോകുന്നതിന് മുമ്പ് മരണം വളരെ സുനിശ്ചിതമാണെന്ന് മുന്നിൽ കാണുന്നു. ഒരു ICUയിലേക്ക് പോകുന്ന ഒരാൾ, ആൾക്ക് ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പം മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരു അച്ഛനെ അന്വേഷിച്ച് കിട്ടാനില്ല, കുമ്പസാരിക്കണം. അപ്പോൾ ആ അവസരത്തിൽ ചിലപ്പോൾ നേഴ്സിനോടായിരിക്കും ചിലപ്പോൾ പറയണത്, അല്ലെങ്കിൽ അവിടെയുള്ള ഒരാളോ ഡോക്ടറോടായിരിക്കാം എനിക്ക് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആൾ കുമ്പസാരം കേൾക്കേണ്ടതായിട്ട് വരും. കാരണം ഈ മനുഷ്യന് ഇനി ഒരു ചാൻസ് ഇല്ല. ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പരസ്യ കുമ്പസാരം ഞാൻ ഓർക്കുവാണ്. ഒരു മനുഷ്യൻ, ഞാൻ ഏത് മെഡിക്കൽ കോളേജാണെന്ന് പറയണില്ല, അയാൾ വിഷം കുടിച്ചു. ദാരിദ്ര്യം കൊണ്ടാണ് ചെയ്തത്. അയാൾ സ്ഥിരം പള്ളി പോണ ആളാണ്, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കുമ്പസാരിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ ഒരു നിർബല നിമിഷത്തിൽ ആരോ പുള്ളിയുടെ കയ്യിൽ നിന്ന് പൈസ തിരിച്ചു കൊടുക്കാത്തതിനെ പുള്ളിയെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ ഭയങ്കര ഒരു ക്രൈസിസിലേക്ക് ആ മനുഷ്യൻ വന്നു. ഭാര്യ പോലും അറിയുന്നില്ല, 2 കുട്ടികളുമുണ്ട്, ഒരു ചെറിയ കിടപ്പാടത്തിൽ ജീവിക്കുന്നൊരു മനുഷ്യൻ. അദ്ദേഹം വിഷം കുടിച്ചിരുന്നു, അറിഞ്ഞില്ല. രാവിലെ ആയിട്ട് ഇയാൾ എനിക്കാണ്ടായപ്പോൾ ഭാര്യ എന്ന് നോക്കുകയാണ്. അങ്ങനെ ചെന്ന് നോക്കി കുറേ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാൾ ഛർദ്ദിച്ചാകെ ഇതായിട്ട് കിടക്കുന്നത്. വേഗം അവിടെ നിന്ന് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഡോക്ടർമാർ പെട്ടെന്ന് ടൈമൊക്കെ കണക്കാക്കി പറഞ്ഞു, വിഷം ഉള്ളിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ സാധാരണ കൊടുക്കണ ഇത് ചെയ്യും.
അങ്ങനെ മരുന്ന് കൊടുത്ത് ആൾ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. ഭയങ്കരമായിട്ട് എല്ലാം ഛർദ്ദിച്ച് പോകണം. അപ്പോൾ ഹോപ്പുണ്ട്, നമുക്ക് നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒന്ന് സുഖമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ പെണ്ണൊരുത്തി വേറെ പഠിക്കാണ്ട് പോയി, എന്താ സാധനം മരുന്ന് പഠിക്കാനോ അതിനാണ്ട് പോയ ഒരു അവസരം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര പരവേശമായി. അതുവരെ ഉണ്ടായിരുന്ന സമാധാനമൊക്കെ പോയി. ഇയാൾ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെട്ട് പിന്നെ ഇയാൾ മരിക്കാൻ പോവുകയാണെന്ന് ഇയാൾക്ക് തോന്നി. ഇയാൾ ആ കട്ടിലുമ്പിലാണ്ട് കയറി നിന്നു. അവിടെ ആരോടാണ്, നേഴ്സിനോടാണ് പറഞ്ഞു, എനിക്ക് കുമ്പസാരിക്കണം, ഒരച്ഛനെ കെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ കെട്ടണം എന്ന് പറഞ്ഞപ്പോൾ ആ മെഡിക്കൽ കോളേജ് അങ്ങനെ യാതൊരു സൗകര്യവും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവരെന്നിട്ട് കുറേ കഴിഞ്ഞ് ഏതോ ഒരു ക്രിസ്ത്യൻ നേഴ്സിനോടെ കണ്ടുപിടിച്ച് അതിനോട് ചോദിച്ചു, അച്ഛന്മാരോട് ചോദിച്ചപ്പോൾ അച്ഛന്മാരും മാസധ്യാനത്തിനെ പഠിക്കാണ്ട് പോയിരിക്കുക, ഫോൺ കൊടുക്കണില്ല. കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര വെപ്രാളമായി. ഇയാൾ പിന്നെ ഇതിൻ്റെ മറുപടി ഒന്നും ഇയാൾ ആ കട്ടിലുമ്മ കയറി നിന്നിട്ട്, ഞാൻ വിഷം കുടിച്ചു, ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത്, എൻ്റെ ഭാര്യയുണ്ട്, 2 കുട്ടികളുണ്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണം, നിങ്ങളൊക്കെ കേൾക്കണം, ഞാൻ ചെയ്ത പാവം എന്നും പറഞ്ഞിട്ട് പുള്ളി പരസ്യമായിട്ടാണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പുള്ളി കുഴഞ്ഞു വീണ് മരിച്ചു. ആ വ്യക്തിയെ പള്ളിയിലടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ചില പ്രശ്നങ്ങളുണ്ടായി. എന്നിട്ടൊരു അച്ഛൻ എന്നെ വിളിച്ചു, എൻ്റെ ഒരു ശിഷ്യൻ, അച്ഛാ ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ആളെ അടക്കണം. ആത്മഹത്യയാണ്, ശരിയാണ്, പണ്ടത്തെ നമ്മുടെ മനോഭാവമൊക്കെ മാറി. പക്ഷേ ആ മനുഷ്യൻ, അച്ഛൻ സാഹചര്യം പഠിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അരബനയിൽ ചാൻസലറിനെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അതിൻ്റെ നൈയാമികമായ വശങ്ങൾ അദ്ദേഹം പറയും. പക്ഷേ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം, അദ്ദേഹം തെറ്റ് ചെയ്തു, ഒരു സാമ്പത്തിക പരാതി, ഒരു ഡിപ്രഷൻ ഉണ്ടായി, പെട്ടെന്ന് അയാൾ ഇങ്ങനെ ചെയ്തു. പിന്നെ അദ്ദേഹം സമയമായപ്പോൾ അദ്ദേഹം ഒരു വലിയ ഇച്ചിരി ബോധം കിട്ടിയപ്പോൾ കുമ്പസാരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു, മാർഗങ്ങൾ അന്വേഷിച്ചു. അതിന് സാഹചര്യം കിട്ടാതെ വന്നുകയും അത് മരിക്കുമ്പോൾ എന്ന് അദ്ദേഹത്തിന് തോന്നിയ അവസരത്തിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ചെയ്തത് കുമ്പസാരം തന്നെയാണ്. അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആകെ അന്തിച്ചു പോയി. ഇയാളിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ഇത് പറഞ്ഞു തന്നിട്ട് അത് പൂർത്തിയാക്കാനൊന്നും അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇടയ്ക്ക് തന്നെ കൊഴിഞ്ഞു വീണ് അദ്ദേഹം മരിച്ചു. പക്ഷെ ആ മനസ്സ് ദൈവം കാണുന്നു. പൂർണ്ണമായ ഉത്തമമായ മനസ്താപം തന്നെയാണത്. അതുകൊണ്ട് എൻ്റെ മനസ്സാക്ഷി പറയുന്നത് അതിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് നല്ലൊരു ശവസംസ്കാരം കൊടുക്കണം എന്നുള്ളതാണ്. ഇനി അരബനയിൽ ചോദിച്ചിട്ട് ബാക്കി ചെയ്തോളാം ഞാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞത്, ഇപ്പോൾ മരണകരമായ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരാൾ ഇങ്ങനെ പരസ്യമായി ഏറ്റുപറയുമ്പോൾ അതൊരു കുമ്പസാരമായി ദൈവം കണക്കാക്കും തീർച്ചയായിട്ടും. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ഈ ആ മരണകരമായ സാഹചര്യമൊക്കെ മാറിയതിന് ശേഷം അദ്ദേഹം വീണ്ടും നോർമലായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹം എന്നെങ്കിലും ഒരു വൈദികനോട് ഈ വ്യക്തിപരമായ കുമ്പസാരം നടത്തുകയും വേണം എന്നുള്ളതാണ് സഭയുടെ കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ ഈ കുമ്പസാരം കുറ്റബോധം ജനിപ്പിക്കുന്നു എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്. നമ്മുടെ കുമ്പസാരം എന്ന കുദാശ വഴി ആളുകളിൽ കുറ്റബോധം ഉണ്ടാക്കുന്നു, കുറ്റബോധം ജനിപ്പിക്കാനേ ഇത് ഉപകരിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിനോട് എന്താണ് അച്ഛൻ്റെ പ്രതികരണം? എനിക്ക് തോന്നുന്നു ആ വാക്കിനെ കുറിച്ച് കുറച്ചുകൂടി ക്ലിപ്തത വരുത്തണം എന്ന് തോന്നുന്നു. കുറ്റബോധം നല്ലതല്ല, എന്നാൽ പാപബോധം ആവശ്യവുമാണ്. ഇത് തമ്മിൽ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു വീഴ്ച, ഞാൻ അതിനെ പരിപൂർണമായിട്ട് ഉത്തരവാദിയാണെന്ന് സമ്മതിക്കൽ മാത്രമല്ല, അതിനെക്കുറിച്ച് ഒരു നിരാശയിലേക്ക് പോകുന്ന രീതിയിൽ ഞാൻ ചെയ്തത് ഭയങ്കര അപരാധമാണ്, ഒരു പരിധിയിൽ വിട്ട് എന്നെ കുറ്റപ്പെടുത്തുക, അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ മോശമാണ്. അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. അത് അപരാധബോധമല്ല. എനിക്ക് തെറ്റുപറ്റി, ഞാൻ മനുഷ്യനാണ്, തെറ്റുപറ്റും, ഞാൻ അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല എന്നുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിന് എതിരാണ് ഞാൻ പ്രവർത്തിച്ചത്, അത് വലിയ അപരാധമായി പോയി എന്നൊക്കെ തോന്നുന്നത് പാപബോധമാണ്. പക്ഷെ കുറ്റബോധം എന്ന് പറയുന്നത് എന്നെ അന്യായമായി ഞാനെന്ന വ്യക്തിയെ ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. അവിടെ അത് കൂടുതൽ ഉത്ഭവിക്കുന്ന ഒരു തരം ഭയത്തിൽ നിന്ന്, അപകർഷതയിൽ നിന്ന്, വരാൻ പോകുന്ന ശിക്ഷയിൽ നിന്ന് ഒക്കെ ഭയന്നുകൊണ്ട്, അല്ലെങ്കിൽ ചില ഇളവുകൾ കിട്ടാൻ വേണ്ടി പല പ്രത്യേക ലാക്കോടുകൂടെ ഒക്കെയാണ് പലപ്പോഴും. അതുകൊണ്ടാണ് നമ്മൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയും കുറ്റബോധം ആളുകളിൽ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഈ കുറ്റബോധമാണ് ഇന്ന് പലപ്പോഴും ചിലരൊക്കെ ദൈവഭയമായിട്ടും തെറ്റിദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ കുറ്റബോധമല്ല നമുക്കുണ്ടാകേണ്ടത്. കുറ്റബോധം വളർത്താനല്ല കുമ്പസാരം നിലനിൽക്കുന്നത്. കുമ്പസാരത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് പാപബോധത്തെക്കുറിച്ചാണ്. പാപബോധം ഉണ്ടാകുന്നത് തെറ്റുകൾ ഇന്നത് തെറ്റാണ്, ഞാൻ എന്നെ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക്, ഇത്രയും അവസരങ്ങൾ ലഭിച്ച ഒരാൾ വഴിതെറ്റിപ്പോകുന്നത് ശരിയല്ല എന്ന് ഒരാളെ തോന്നിപ്പിക്കുക, അതിനെക്കുറിച്ച്
പൂർണ്ണമായ ബോധ്യം ഉണ്ടാക്കുക എന്നുള്ളതിൽ യാതൊരു കുറ്റബോധവുമില്ല. അത് തിന്മയിൽ വീഴാതിരിക്കാൻ വേണ്ട സഹായകരമായൊരു കാര്യമാണ് വാസ്തവത്തിൽ പാപബോധം എന്ന് പറയുന്നത്. പാപബോധമില്ലാത്തതാണ് ഏറ്റവും വലിയ ഇന്ന് പലപ്പോഴും ഒരു തലമുറയുടെ ശാപം എന്ന് പറയുന്നത്. ഞാൻ പാപമാണ് ചെയ്യുന്നത് എന്ന് ബോധമില്ലാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ചിന്തകൾ ഉണ്ടായിട്ട് അത് പാപമല്ലെന്ന് വാശി പിടിക്കുക, അങ്ങനെ അതിന് ന്യായങ്ങൾ കണ്ടെത്തുക. അപ്പോൾ പാപബോധം നമുക്ക് ആവശ്യമാണ്, കുറ്റബോധം നല്ലതല്ല. കുറ്റബോധം ഒരു മനഃശാസ്ത്രപരമായ ഒരു വൈകല്യമാണ് വാസ്തവത്തിൽ. അത് നമ്മളിൽ നിന്ന് തന്നെ ജനിക്കുന്ന അപകർഷതയിൽ നിന്നും പോരായ്മകളിൽ നിന്നും ഉടലെടുക്കുന്നതാണ്. അന്യായമായി പരിധി വിട്ട് നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നതാണ്. അതൊരിക്കലും കുമ്പസാരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഗിൽട്ട് കോൺഷ്യൻസ് എന്ന് പറയും. അങ്ങനെയുള്ള ആളുകൾക്ക് കണ്ടമാനം സംശയമാണ്. ഞാൻ കുമ്പസാരിച്ചോ, പറഞ്ഞത് മുഴുവൻ പറഞ്ഞോ, ചിലപ്പോൾ വന്നിട്ട് രണ്ടാമത് കുമ്പസാരിക്കുക, അല്ലെങ്കിൽ ദിവസം തന്നെ 2 പ്രാവശ്യം പോയി കുമ്പസാരിക്കുക, അല്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇന്നത് പറഞ്ഞില്ല. അതായത് ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിൻ്റെ മാനദണ്ഡമാവുകയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിലല്ല ആ മനുഷ്യനെ ആശ്രയിക്കുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചില്ല. ഏതോ സ്ട്രിക്റ്റായിട്ടുള്ളൊരു ഫാദറിൻ്റെ ശിക്ഷണത്തിൽ അകാരണമായി ശിക്ഷിക്കപ്പെട്ട ഒരു ശിശു തന്നെ അകാരണമായിട്ട് പിന്നീട് നിയമത്തിൻ്റെ ചെറിയ പഴുതുകളും ഓട്ടകളും കണ്ടെത്തിപ്പിടിച്ച് അതിൽ തന്നെ ശിക്ഷിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നൊരു പ്രക്രിയയാണ് നമ്മൾ ഈ കുറ്റബോധം എന്ന് പറയുന്നത്. അതിൽ സംശയം കൂടി കലരുന്നു. അതൊരു മാനസിക അസുഖമായിട്ട് പിന്നീട് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. അതൊരിക്കലും സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ല. സഭ പ്രോത്സാഹിപ്പിക്കുന്നത് സ്നേഹത്തിൽ നിന്നുള്ള ഒരു തിരിഞ്ഞു പോയതിനെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ചാണ് സഭ പറയുന്നത്. അതുപോലെ അച്ഛൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മളിപ്പോൾ ഈ വൈദികൻ അദ്ദേഹം ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപം മോചിക്കുന്നുവെങ്കിൽ പോലും വൈദികനും പലപ്പോഴും ബലഹീനനാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ കുമ്പസാരം കേൾക്കുന്ന വൈദികർക്കുണ്ടാകേണ്ട ഗുണഗണങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ് അവർക്കുള്ളത്? എനിക്കൊന്ന് കാരുണ്യത്തിൻ്റെ ശുശ്രൂഷകൻ എന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആ സ്ഥാനത്ത് നല്ല ഒരു ഇടയൻ്റെ മാനസിക അവസ്ഥയോടുകൂടെ വേണം ഒരു വൈദികൻ കുമ്പസാരക്കൂട്ടിൽ ഇരിക്കാനായിട്ട്. അദ്ദേഹം ഒരു ജഡ്ജായിട്ടല്ല അവിടെ ഇരിക്കേണ്ടത്, കോടതിയിൽ ഇരിക്കുന്ന പോലെ ഉള്ള. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ചില പാപത്തിൻ്റെ അവസ്ഥകളെ വിച്ഛേദിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതിനെ സംബന്ധിച്ച് വിധി തീർക്കാനുള്ളവനല്ല അവൻ. വിധി കൽപ്പിക്കാനുള്ള അധികാരം ദൈവപുത്രന് മാത്രമേ ഉള്ളൂ, അവന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇദ്ദേഹം അവിടെ ഒരിക്കലും നമ്മൾ ഓർക്കേണ്ടത് അവന് പ്രസാദവരം കൊടുക്കുന്ന യജമാനനൊന്നുമല്ല അച്ഛൻ ദൈവപിതാവായ ഇടയനായ ക്രിസ്തുവിൻ്റെ കേവലം ഒരു ശുശ്രൂഷകനാണ്. ആ ശുശ്രൂഷകനാകുമ്പോൾ ആ ഇടയനടുത്ത വാത്സല്യമാണ്. ബൈബിളിൽ സുവിശേഷത്തിൽ കർത്താവ് പറയുന്ന പോലെ 99 ആടുകൾ ഉണ്ടായിരിക്കെ ഒരാട് നഷ്ടപ്പെട്ടാൽ 99നെയും വിട്ട് നഷ്ടപ്പെട്ടു പോയതിനെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു ആട്ടിടയൻ്റെ മനസ്സിൽ എന്തുമാത്രം ആനന്ദവും പരവേശവും ഉണ്ടോ, ആ പരവേശത്തോടു കൂടെയാണ് അവൻ പാപികളിൽ ആയിപ്പോകുന്ന ആളുകളെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അതുപോലെ അങ്ങനൊരു പാപി തിരിച്ചു വരുമ്പോൾ, അനുരഞ്ജനത്തിനായിട്ട് വരുമ്പോൾ, ആ ധൂർത്തപുത്രൻ്റെ ഉപമയിലെ ആ വത്സല പിതാവ് കാത്തിരുന്ന് വലിയ വിരുന്ന് ആഘോഷിച്ചതുപോലെ, അവനെ എല്ലാം കൊടുത്തതുപോലെ, നിർവ്യാജമായിട്ട് നിരൂപാധികമായിട്ട് അവനെ സ്നേഹം നൽകിയതുപോലെ കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഒരച്ഛന് വേണ്ട ഗുണത്തെ കാണണമെങ്കിൽ സുവിശേഷത്തിൽ സക്കേവൂസിനോട് സമീപിച്ച യേശു, പാപിനിയായ സ്ത്രീയോട് കാണിച്ച യേശുവിൻ്റെ മനോഭാവം, അതുപോലെ വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യേശു കാണിച്ച ആ മനോഭാവം, ധൂർത്തപുത്രൻ്റെ ഭൂമിയിൽ കാണുന്ന കാര്യം, അല്ലെങ്കിൽ നല്ല സമരയക്കാരൻ്റെ ഒക്കെ ഇതിൽ നല്ല സമരയക്കാരനായിട്ട് താങ്ങി വീഴുന്ന ഒരാളെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന നല്ലൊരു അക്കമ്പനിസ്റ്റ്, ഒരു സഹയാത്രികനൊക്കെ ആയിട്ട് വേണം ഒരച്ഛൻ പെരുമാറാൻ. മാത്രമല്ല തെറ്റിലൊരാൾ വീണു പോയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ താഴ്ത്തിക്കാണാൻ ഒരച്ഛന് അവകാശമില്ല. അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടാവണം. പാപത്തെ വെറുക്കുമ്പോഴും പാപിയെ സ്നേഹിക്കുന്ന കാരണം ഞാനും അദ്ദേഹത്തെ പോലെ പാപിയാണ്. അപ്പോൾ എനിക്ക് വേറൊരു നിമിഷത്തിൽ തെറ്റുപറ്റാം. ഞാൻ ആ സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ മോശമായിട്ട് ഞാൻ ജീവിച്ചേനെ. എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബ സാഹചര്യങ്ങൾ, എൻ്റെ ചെറുപ്പത്തിൽ കിട്ടിയ പരിശീലനം എനിക്ക് വളരെ പ്രചോദനകരമല്ലാത്തതായിരുന്നെങ്കിലോ, പാപാവസ്ഥയിൽപ്പെട്ടതാണെങ്കിലോ, ആ എൻവയൺമെൻറ്റ് ആംബിയൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബഹുമാനത്തോടു കൂടെ വേണം ആ വ്യക്തിയെ കാണാൻ. എത്ര വലിയ പാപം ചെയ്ത ഒരാളായാലും അദ്ദേഹം അനുതാപത്തിന് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി മുട്ടുകുത്തുമ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ മകനാണ്. ആ തിരിച്ചു വരുവാൻ അദ്ദേഹം കാണിക്കുന്ന ധൈര്യം, അതിനുവേണ്ടി അദ്ദേഹം എടുത്തുന്ന തയ്യാറെടുപ്പ്, അതിനുവേണ്ടി അദ്ദേഹത്തിന് കടന്നു പോയിട്ടുള്ള സംഘർഷമായ മനസ്സിൻ്റെ അവസ്ഥ, എന്നിട്ട് ആ തിന്മയെ അതിജീവിച്ച് അദ്ദേഹം ഈ ദൈവകാരുണ്യത്തിന് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ വലിയ ആദരവാണ് നമുക്ക് വേണ്ടത്. അതുപോലെ സഭയിലെ ഇവിടെ വിശ്വസ്തയായിരിക്കണം അച്ഛൻ.
അച്ഛൻ്റെ തോന്നിയ പോലെ ഓരോ പാപങ്ങളും വിച്ഛേദിക്കരുത്. സഭാപ്രമാണങ്ങൾ, സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനോട് യോജിച്ച രീതിയിൽ വേണം അച്ഛൻ ഈ പാപങ്ങളെ വിവേചിക്കാനും അതിന് ഉത്തരം നൽകാനും പരിഹാരം നിർദ്ദേശിക്കാനും ഒക്കെ അങ്ങനെ വേണം അച്ഛൻ പെരുമാറാൻ. ഈവൻ ചിലപ്പോൾ അച്ഛനെതിരെ ചെയ്ത തെറ്റ് തന്നെയായിരിക്കും. എനിക്ക് തന്നെ അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മളോട് ചെയ്ത തെറ്റുകൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ വന്ന് ചിലപ്പോൾ നമ്മളോട് സംസാരിക്കും. അപ്പോൾ നമ്മൾ നീ എനിക്കിട്ട് പണിതാണല്ലോ, എനിക്കിട്ടാ നിനക്ക് വേറൊരു വലിയൊരു സാധനം എന്ന് നമ്മൾ അത് പറ്റൂലല്ലോ. പറഞ്ഞാൽ അതല്ല, അത് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് കുമ്പസാരത്തിൻ്റെ ശുശ്രൂഷ, നിരഞ്ജന ശുശ്രൂഷ ഫലദായകമാകണമെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛന്മാർ തന്നെ പ്രാർത്ഥിക്കണം. കുറേ കുമ്പസാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുമ്പസാരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് കിട്ടും. ശരിക്ക് നന്നായിട്ട് കുമ്പസാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാരണം ഒരു പാപിയായ മനുഷ്യൻ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ ഭാവം, അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൽ നിന്ന് വരുന്ന ഗതി, അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആത്മാവിനാൽ പ്രേരിതമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വന്ന് നിൽക്കണേ. അപ്പോൾ നമുക്ക് തന്നെ അത് വലിയ ഒരു വിശുദ്ധമായ ഓർമ്മകളാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു പോകും, ദൈവമേ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചില നല്ല വൈദികരൊക്കെ ഒരു കുമ്പസാരത്തിൽ കേട്ട ചില പാപങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുമ്പസാരത്തിൽ ആ വ്യക്തിക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കുന്ന വൈദികരെ ഞാൻ കണ്ടു. എന്തായാലും ഒരു അനുതാപിയെ കുറ്റബോധത്തിൽ നിന്ന് ദൈവസ്നേഹത്തിൻ്റെ മഹിമയിലേക്ക്, ആനന്ദത്തിലേക്ക് കരപിടിച്ച് ഉയർത്തുന്ന, തകർന്നു കിടക്കുന്ന ഒരു മനുഷ്യന് ആത്മവിശ്വാസം കൊടുത്ത് നടക്കൂ ധൈര്യമായിട്ട്, ഇതൊരു യാത്രയാണ്, വീഴും പക്ഷെ വീണ്ടും എഴുന്നേൽക്കണം, നിന്നോടൊപ്പം ഞാനും ഉണ്ട്, നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഒരു അനുഭവമായിരിക്കണം ഒരു എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ അനുഗമിച്ച കർത്താവിനെ പോലെയുള്ള ഒരു അനുഭവം ഓരോ കുമ്പസാരത്തിലും ഓരോ വൈദികൻ ഓരോ വരുന്ന കുമ്പസാരിക്കാൻ വരുന്ന ഒരു അർത്ഥിക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. അവസാനമായിട്ടൊരു ചെറിയ ചോദ്യം കൂടി ചോദിക്കട്ടെ അച്ഛാ. ഏതെങ്കിലും സാഹചര്യത്തിൽ കുമ്പസാര രഹസ്യം ഒരു വൈദികന് വെളിപ്പെടുത്താമോ? ഒരു സാഹചര്യത്തിലും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല. അതുതന്നെയാണ് ആ കുമ്പസാര രഹസ്യത്തിൻ്റെ പവിത്രത. കുമ്പസാര രഹസ്യം പക്ഷെ നമ്മൾ പലപ്പോഴും പ്രസംഗങ്ങളിൽ ഞാനടക്കം ചിലപ്പോൾ പാപങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ചില ആൾക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഞാൻ ചില പറഞ്ഞു, ഒരാൾ വന്നിട്ട് പറയാണ് പക്ഷെ അത് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുന്നല്ലോ, ഇന്ന ആളാണെന്നോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിൽ യാതൊരു വഴിയില്ല. അങ്ങനെ പറയുന്നതിനെ കുറിച്ചല്ല പറയണത്. പക്ഷേ ഒരു കുമ്പസാര രഹസ്യം ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല. 2, ഇനി കുമ്പസാരത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചു കൊണ്ട് ഞാൻ എൻ്റെ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യരുത്. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്നു, എനിക്ക് ആ മാറ്റർ അറിയാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റാൾ നിരപരാധിയാണെന്ന് അറിയാം, പക്ഷേ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി എനിക്കിത് പോയിട്ട് പറയാൻ പറ്റില്ല. അതിന് എനിക്ക് ആ വ്യക്തിയോട് പറയാം, ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ, നീ ഇങ്ങനെ ഇതിലിവിടെ അവസാനിക്കില്ല, നീ ഇന്നത് ചെയ്യണമെന്നൊക്കെ. പക്ഷേ എനിക്ക് കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആ അതാണ് ആ ഇതിൻ്റെ പവിത്രത. അതിനുവേണ്ടി ഒരച്ഛൻ്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്നാൽ, തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ടി വന്നാൽ അത് അച്ഛൻ സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തോടു കൂടിയാണ് അച്ഛൻ ഈ പൗരോഹിത്യം സ്വീകരിക്കുന്നത്. വളരെ നന്ദി അച്ഛാ. ഏതായാലും കുമ്പസാരത്തെക്കുറിച്ചുള്ള ഇത്തരം ബോധ്യങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന് വളരെ നന്ദി. ദൈവിക കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷകനാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഓരോ വൈദികനും. തൻ്റെ മുമ്പിൽ വന്ന് തകർന്നടിയുന്ന ഒരു മനുഷ്യനെ ആത്മവിശ്വാസം നൽകി അവനെ ദൈവസ്നേഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് കുമ്പസാരക്കൂട്ടിലിരിക്കുന്ന ഓരോ വൈദികൻ്റെയും ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ ഓരോ വൈദികർക്കും കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് കുമ്പസാരക്കൂട്ടിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് ആത്മവിശ്വാസം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.